വിചിത്രമായ ഒരു മനുഷ്യനാണ് എത്തിയിരിക്കുന്നത്. അവരെല്ലാവർക്കും കൗതുകമുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പഴവൊക്കെ ആയിട്ടാണ് വരുന്നത്. ഞാൻ 2 വർഷത്തോളം 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ കണിശമായിട്ടും വരും. 2 വർഷത്തെ ഇന്നത്തെ കണക്കിനാണെങ്കിൽ ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീട്ടിലെ കുടുംബകലഹം സന്യാസിമാരുടെയും പള്ളിയിലച്ചന്മാരുടെയും എല്ലാവരുടെയും പണി. ജയശ്രീ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് അവിടെ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരാളാണ്. എന്നിട്ട് അവിടെ ഉള്ള മറ്റുള്ള ഡോക്ടർമാരുടെ കൂട്ടത്തിൽ പെടുന്ന പോലെ അല്ല ജയശ്രീ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരെ കാണാൻ അതിനേക്കാളും വിചിത്രമായ ഒരു മനുഷ്യനാണ് എത്തിയിരിക്കുന്നത്. ഉണ്ട് മെഡിക്കൽ കോളേജിലായിരുന്നു അവരുടെ കൂട്ടുകാരായിരുന്നു 100-200 പേര് അവർ ക്ലാസ്മേറ്റായിട്ട് ഉണ്ട്. അവരെല്ലാവർക്കും കൗതുകമുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഞാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ സമയത്ത് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുക. ഗുരുകുലത്തിൽ നിന്ന് വന്ന് എൻ്റെ തന്നെ ഒരു 2 ഏക്കർ ഭൂമിയുള്ള ഒരു സ്ഥലത്ത് പലതരത്തിലെ കൃഷി. ഇപ്പോൾ പഴങ്ങളും വീടിന് ചുറ്റും മാവും ഒക്കെ ഉണ്ട്, മാങ്ങ. അപ്പം ഞാൻ ഈ കാണാൻ വരുമ്പോൾ തന്നെ കുറച്ച് പഴമൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ജയശ്രീയെ കാണാൻ വരുമ്പോഴെല്ലാം മാങ്ങായോ പഴങ്ങളോ സാധനങ്ങളോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഹോസ്റ്റലിലുള്ള മുഴുവൻ കുട്ടികളും ഓടി വന്ന് അതെല്ലാം പെറുകൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അവർക്ക് എല്ലാവർക്കും കൗതുകമുള്ള. പിന്നെ ഞങ്ങളൊരു 2 വർഷത്തോളം ജയശ്രീ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് കാണുകയും അതൊരു 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ കണിശമായിട്ടും വരും. അപ്പം അങ്ങനെ അതിന് എണ്ണം കൂടി വന്ന് ഇവിടെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ജയശ്രീയെ കാണുക എന്ന് പറയുന്നതായിരുന്നു പിന്നെ ചെയ്തത്. അങ്ങനെ ഒരു 2 വർഷത്തെ ഇന്നത്തെ കണക്കിനാണെങ്കിൽ ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതെന്ന് ഞാനിത് ഇങ്ങനെ വിവാഹം ആയിട്ടൊന്നും ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുമ്പോൾ ജയശ്രീ പറഞ്ഞത് ജയശ്രീയുടെ അമ്മയോടും അച്ഛനോടും ഞാനും കൂടെ വന്ന് പറയണം എന്ന് പറയും. അതുവരെ ഞാനതങ്ങനെ ആലോചിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ പോയി ജയശ്രീയുടെ അമ്മയുടെ അച്ഛനോടും ഒക്കെ അത് പറഞ്ഞാണ്. അവർ സമ്മതിച്ചോ? സാധാരണഗതിയിൽ ആരും സമ്മതിക്കത്തില്ലല്ലോ. ജയശ്രീയുടെ അമ്മ ഇത് കേട്ട് സ്കൂളിൽ വെച്ച് അവർക്ക് ബോധക്കേട് വരെ ബോധക്കേട് വന്നു എന്നാണ് ജയശ്രീ പറഞ്ഞത്. എന്തായാലും ഞാൻ അവിടെ പോയി ജയശ്രീയുടെ അച്ഛനോട് ജയശ്രീ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ പുള്ളി പറഞ്ഞ് ഈ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു 7 പേരെ വിളിച്ചിട്ടൊരു ചെറിയ തോതിലൊരു വിവാഹം കഴിക്കരുതോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇത് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. ഇങ്ങനത്തെ മറ്റുള്ളവരുടെ എന്താ പറയണ്ടേ മേൽനോട്ടത്തിൽ നടക്കുന്നതെന്നല്ല. ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ ചേർന്ന് ജീവിക്കുന്നതിന് വേറെ ആളുകളുടെ അങ്ങനത്തെ സാങ്ഷൻ ആവശ്യമില്ല. ഇതാണ് അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ചോദിച്ച് ഞാനെങ്ങനെ നാട്ടുകാരുടെ അടുത്തൊക്കെ എന്ത് പറയും? ഞാൻ ഈ സാധാരണഗതിയിൽ നാട്ടുകാരെന്ന് പറയുന്നത് ഒരു നമ്മുടെ ഏറ്റവും അടുത്ത സൗഹൃദമുള്ള സുഹൃത്തുക്കളെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. നമ്മളെ അറിയുന്ന ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ പരിചയക്കാരായിരിക്കുന്ന ആൾക്കാരെയാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇങ്ങനത്തെ പറയണമെന്ന് തോന്നുന്ന ആളുകളെ ഒന്ന് വിളിക്കാവോ, ഞാൻ അവരോട് സംസാരിക്കാമെന്ന്. അങ്ങനെ ഞാനിത് പറയാൻ ചെന്ന ദിവസം ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് അവിടെ താമസിച്ചു. എന്നിട്ട് ജയശ്രീയുടെ അച്ഛൻ പോയിട്ട് കുറച്ച് നാട്ടുകാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു 10-20-25 പേര് കാണും. എല്ലാം പുരുഷന്മാരാ. വിളിച്ചവിടെ കൊണ്ടുവന്ന് ഇരുത്തി. ഞാൻ ആദ്യം പറഞ്ഞു, ഇനി ഞാൻ പറയുന്ന കാര്യത്തിന് ഉത്തരവാദി ഈ അച്ഛനല്ല, ഞാൻ തന്നെയാണ്. അദ്ദേഹത്തിന് അതിനകത്ത് പങ്കില്ല. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തതെന്ന് വളരെ വിശദമായിട്ട് എനിക്ക് അന്നത്തെ അറിയുന്ന നമ്മുടെ ഫെമിനിസ്റ്റ് ആശയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് മെച്ചപ്പോൾ ഞാൻ ഈ ഗുരുകുലത്തിലുണ്ടായിരുന്ന സമയത്ത് ഈ വീട്ടിലെ കുടുംബകലഹം തീർക്കുക എന്ന് പറയുന്നതാണ് ഈ സന്യാസിമാരുടെയും പള്ളിയിലച്ചന്മാരുടെയും എല്ലാവരുടെയും പണി. അപ്പോൾ ധാരാളം കാര്യങ്ങൾ ഞാനിങ്ങനെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ ഈ പറയുന്നതിൽ കവിഞ്ഞ് ഇതിനേക്കാൾ മെച്ചപ്പെട്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ
അത് ഞാനൊന്ന് പരിശോധിക്കും. എന്തായാലും നിങ്ങൾ ആരും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ടാണ്, നിങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ചോദിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിർത്തി. ആരും ഒന്നും വേണ്ടിയില്ല. ചായ ഉണ്ട്, വടയുണ്ട്, അതെല്ലാം തിന്നു, എല്ലാവരും പിരിഞ്ഞു. ആർക്കും ഒന്നും ചോദിക്കാനും ഒരാളും ഒന്നും വേണം. കാരണം അവർ പെട്ടെന്ന് അവർ മനസ്സിലായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്ന പോലെ അല്ല ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി ചോദിക്കും. അത് ഞാനങ്ങനെ ത്രെട്ടൻ ചെയ്യുന്ന പോലെ പറഞ്ഞില്ല, എങ്കിലും അതിനകത്തൊരു ത്രെട്ടുണ്ട്. അതുകൊണ്ട് ആരും ഒന്നും വേണ്ടിയില്ല. എല്ലാവരും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്നുള്ള ലൈനിൽ എല്ലാവരും ഇരുന്ന് പിരിഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇതുപോരാ, എൻ്റെ കുറച്ച് അടുത്ത ബന്ധുക്കൾ വന്നില്ല, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാമെന്നു. അപ്പം തന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആ വീടുകളിൽ പോയി. ഒരു 3-4 വീടുണ്ട് ഒരിടത്ത് തന്നെ. ഞാൻ അച്ഛൻ്റെ സഹോദരിയും അങ്ങനെ അടുത്ത ഉള്ള ആൾക്കാർ, അവരുടെ ബന്ധുക്കളായിരിക്കുന്നവരല്ലേ, അവിടെ ചെന്ന് ഇതേപോലെ തന്നെ ചെന്ന് ഇത്രയും പറയേണ്ടി വന്നില്ല, കുറച്ചേ പറയേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ അച്ഛനും ഞാനും കൂടെ അല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ പുള്ളി പറഞ്ഞ് പോരുത്, ജയശ്രീയുടെ അമ്മയുടെ വീടുണ്ട് അവിടെ കണ്ടിട്ട് പുള്ളിക്ക് പറയണ്ടായിരുന്നു. കല്യാണം കഴിച്ച പോരായിരുന്നു ഇത്രയും എല്ലാരും. ഇല്ല, ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഇദ്ദേഹം പറയുകയല്ലേ. എനിക്കതിനകത്ത് യാതൊരു എതിരൊന്നുമില്ല, കാരണം ഞാനിത് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ അത് അമ്മയുടെ വീട്ടിൽ കൂടെ ഒന്ന് പറയണം, കാരണം ഇദ്ദേഹമാണല്ലോ ഉത്തരവാദിത്തം എടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പം അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് ഏറ്റവും എളുപ്പം ഞാനങ്ങ് മിണ്ടിയാൽ മതി. അപ്പോൾ അത് ഇവരുടെ സ്ഥലം വന്ന് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് എഴുകോണം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടുന്ന് പത്തനാപുരത്താണ് ജയശ്രീയുടെ അമ്മയുടെ വീട്. അപ്പോൾ അവിടെ ആൾക്കാർ ഇവിടെ ഇത്രയും സംഭവമായപ്പോഴത്തേനും എല്ലാവരും അവിടോട്ടൊക്കെ ഫോണൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാനത് അമ്മായപ്പനും മരുമോനും കൂടെ കല്യാണം കഴിക്കത്തില്ലെന്ന് പറയാൻ വരുന്നുണ്ടെന്ന്. അത് നല്ല തമാശയായ ഒരു കാര്യമില്ലേ, രണ്ടുപേര്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേനും അവിടെയുള്ള ഇതങ്ങ് ഓൾറെഡി ന്യൂസായി. ആ വീടുകളിലെല്ലാം സംസാരിച്ചിട്ട് ഇപ്പം എനിക്കും അദ്ദേഹത്തിനും എതിരില്ലെങ്കിൽ പിന്നെന്തുവാണ്, എല്ലാവരും അതങ്ങ്. അതുകൊണ്ട് പിന്നെ ആളുകൾ ഇത് എന്തെങ്കിലും ആയിട്ട് എന്തായാലും ഓടിയൊന്നും പോകുന്നതല്ല, കളഞ്ഞിച്ച് പോകുന്നതല്ല, ചതിക്കും എന്ന് പറയുന്ന വരിയോ എന്നൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാനിരുന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് പറയാൻ പറ്റും. അപ്പം അന്ന് അത്തരത്തിലുള്ള ഒരു ജീവിത വീക്ഷണത്തിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ 10 വർഷത്തോളം അന്ന് സന്യാസത്തിൻ്റെതായ ലോകത്ത് ജീവിക്കുകയൊക്കെ ചെയ്തതാണ്. ധാരാളം വയസ്സിലൊക്കെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അവരോട് സംസാരിക്കണം എന്നൊരു പാടുമില്ല, അതൊരു സൈഡാണ്. അപ്പം അങ്ങനെ പോയി അത് കഴിഞ്ഞ കാരണം കൊണ്ട് അപ്പം ഞാനും ജയശ്രീയും കൂടെ ഈ പറയുന്ന കാര്യത്തിന് മുമ്പ് തന്നെ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾ ഓൾറെഡി ലിവിങ് ടുഗദർ ആരംഭിച്ചിട്ട് തന്നെ ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കതൊരു മീനിങ് ഒന്നുമില്ല, അവർക്കൊരു വിഷമം ഉണ്ടാകാതിരിക്കണം എന്നുള്ള അർത്ഥം. അപ്പം ജയശ്രീ പറഞ്ഞ് മൈത്രേനോട് വന്നു മിണ്ടണം, അത് ഞാൻ എൻ്റെ പ്ലാനിലുള്ളതൊന്നും അല്ലായിരുന്നു. പക്ഷേ പിന്നെ ജയശ്രീ അത് പറയുമ്പോൾ അതിനകത്തൊരു ന്യായമുണ്ട് എന്ന് തോന്നിയിട്ടാണ് പോയത്. അങ്ങനെയാണ് അത്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പം ജയശ്രീയുടെ അമ്മയുടെ വിചാരം അന്നാണ് ഞങ്ങൾ ജീവിച്ചു തുടങ്ങുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അവിടുത്തെ അടുത്തൊരു ബസ്സിൽ കയറി, ഹരിപ്പാടാണ് അവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഇടപെട്ട് കയറുമ്പോൾ അപ്പോൾ അതിനൊരു നേരെ വിളിച്ചുകൊണ്ട് മൈത്രേൻ്റെ വീട്ടിലോട്ടാണോ പോകുന്നത്? അമ്മയും അച്ഛനും താമസിക്കുന്ന വീടും ഞാൻ താമസിക്കുന്ന വീടും വേറെ വേറെയായിരുന്നു. ഞാൻ അവരുടെ വീട്ടിലോട്ടാണ് ആദ്യം ചെല്ലുന്നത്. പക്ഷെ ഇതിനു മുമ്പ് നമ്മളൊരു പണി ഒപ്പിച്ചായിരുന്നു. അതിന് ഈ ഡിസ്കഷനൊക്കെ നടക്കുന്നതിന് മുമ്പ് ഒരു ദിവസം എൻ്റെ ഒരു കസിൻ്റെ കല്യാണം നടക്കുന്നുണ്ട്. ഭയങ്കര എല്ലാവരെയും വിളിച്ചു കൂട്ടി. അവിടെ ഞാനും ജയശ്രീയും കൂടെ അങ്ങ് പോയായിരുന്നു. അവിടെ ഉള്ളവർക്ക് മുഴുവൻ ആ കല്യാണത്തിന് പെണ്ണിനും ചെറുക്കനെ കാണുന്ന അതേപോലെ തന്നെയായിരുന്നു ഞങ്ങളെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ അവിടെ എല്ലാവരും അറിയാതെയോ അങ്ങനെയൊന്നും അല്ല, വളരെ പരസ്യമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു എക്സർസൈസ് അതിനകത്തുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അമ്മ ഓടിപ്പോയി ഒരു വിളക്കൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞതൊന്നും വേണ്ട, അവിടെ വയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സഹകരണം അന്ന് അനുഗ്രഹം ഒക്കെ വേണമെങ്കിൽ അവർ രണ്ടുപേരും നമ്മുടെ തലയിലെല്ലാം കൈവച്ച് സമ്മതിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് ഒരു റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ എത്തി നോക്കുന്നവരോടൊക്കെ ഞാനിത് നിന്ന് പറഞ്ഞ് ഒരു ചിലവും ഇല്ല കല്യാണത്തിന്. അപ്പോൾ ഭയങ്കര ചിലവൊക്കെ ചെയ്തല്ലേ എല്ലാവരും കല്യാണമൊക്കെ കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ടുപേരും ഇങ്ങനെ താമസിക്കാൻ പോകുമ്പോൾ അന്നത്തെ വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ 15 രൂപയായി. വെറും 15 രൂപയുടെ ചിലവിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനിതിങ്ങനെ നാട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ നാട്ടുകാരെല്ലാം എൻ്റെ കൂടെ കൂടി. അവസാനം ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് 2 കിലോമീറ്ററോളമുണ്ട്. അങ്ങനെ ചെന്നപ്പോഴത്തേന് 200-300 പേര് എല്ലായിടത്തു നിന്ന് കൂടി. അങ്ങനെയാണ് ഞങ്ങൾ അവിടോട്ട് പോയത്. അപ്പോൾ നാട്ടുകാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യവും ഒന്നുമില്ല, വളരെ പരസ്യമായിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. മൈത്രേയൻ ഗുരുകുലത്തൊക്കെ അല്ലേ 10 വർഷത്തോളം താമസിച്ചു. സ്പിരിച്വാലിറ്റിയെ പറ്റി ഒത്തിരി അറിഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ എപ്പോഴാണ് നിരീശ്വരവാദിയായത്? നിരീശ്വരവാദി എന്ന് പറയുന്ന വാക്കൊന്നും എന്നെ പറ്റി ഉപയോഗിച്ചൂടാ. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവം ഉണ്ട്, വിശ്വാസങ്ങളാണ് ഇല്ലാത്തത്. അത് ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഞാനൊരു വിശ്വാസിയല്ല. ഒരു കാര്യം അറിഞ്ഞ് ചെയ്യുക ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളെ സങ്കല്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം കേരളം നമ്മൾ സങ്കല്പിക്കുന്നുകൊണ്ടുള്ളതാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും ജീവിക്ക് കേരളമുണ്ടോ? മനുഷ്യൻ അങ്ങനെ സങ്കല്പിക്കുന്നുണ്ട്. അപ്പോൾ ധാരാളം സങ്കല്പനങ്ങൾ, കൺസെപ്റ്റ്സ് എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യരുടെ ഒരു സങ്കല്പം അത്, അത്രേ ഉള്ളൂ. അങ്ങനെ അറിയുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു ശക്തി ഇല്ല എന്നാണ് ഇല്ല എന്നുള്ളതല്ല, മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയതുണ്ടെന്ന് അറിയാം. കേരളം ഉണ്ടോ? ഇതാണ് സ്ഥലം. മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെയാണ്. മനുഷ്യരെ സംബന്ധിച്ച് സങ്കല്പിച്ചുണ്ടാക്കിയതാണ് എന്നാ എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട്. ചിലപ്പം എല്ലാരും നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രീതി എന്നുള്ളതല്ല, നമ്മളത് മനസ്സിലാക്കാനുള്ളത്, ഒരു ശക്തി ഈ ലോകം നയിച്ചുകൊണ്ട് പോവുകയാണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് അവരുടെ പ്രതിനിധിയായിട്ടാണ് ഈ രാജാക്കന്മാരെല്ലാം ഉള്ളത്. പണ്ട് ദൈവം അവതരിച്ചല്ലേ, ശ്രീരാമൻ അവതരിച്ചതാണ്, കൃഷ്ണൻ അവതരിച്ചതാണ്, പ്രവാചകന്മാരായിരുന്നു. ഇങ്ങനത്തെ വാക്കുകളെല്ലാമാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു ശക്തി നിയന്ത്രിച്ച ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ വിദ്വാന്മാരുടെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പത്മനാഭദാസൻ എന്നാണ്. അപ്പോൾ പത്മനാഭൻ്റെ ലോകമാണ് അവരുടെ ദാസന്മാരാണ് ഞങ്ങൾ. അവരുടെ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് രാജാക്കന്മാരായിരുന്നിരുന്നത്. കാണപ്പെട്ട ദൈവം എന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ ആളുകളെ നിയന്ത്രിക്കാനുള്ള ഇന്നത്തെ CCTV ക്യാമറയ്ക്ക് പകരമാണ് ദൈവം. ദൈവം അങ്ങ് മുകളിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് മനുഷ്യർ ചെയ്യുന്ന എല്ലാം എഴുതി വയ്ക്കും എന്നാണ്. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കാറുള്ളത്. അതാണ് CCTV ക്യാമറയുടെ ഗുണം. അപ്പം മുഴുവൻ രേഖപ്പെടുത്തും, നല്ലതും ചീത്തയും എല്ലാം രേഖപ്പെടുത്തി ശിക്ഷിക്കും എന്ന് പറയുന്ന കാരണം കൊണ്ട് ആളുകൾ പേടിച്ച് വളരെ. അപ്പം മുകളിലിരുന്ന എല്ലാം കാണാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കാരണം കൊണ്ട് ആളുകൾ മിണ്ടാതെ മര്യാദയ്ക്ക് ജീവിക്കും. മര്യാദയ്ക്കെന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവിന് ഭരിക്കാൻ എളുപ്പമാണ്. കുട്ടിക്കാലം തൊട്ട് നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള ഈ CCTV ക്യാമറ അന്നില്ല. അതൊരു കണ്ണാണ്, മേളിലൊരു കണ്ണുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മുകളിലിരുന്ന് നോക്കിയിട്ടും പിടിക്കാതെ ചിലതൊക്കെ നടക്കുന്നു എന്നൊക്കെ മനസ്സിലാവും ആൾക്കാർക്ക്. അപ്പോഴാണ് പറഞ്ഞത് ദൈവം ഉള്ളിലാണെന്ന് പഠിപ്പിച്ചു. അപ്പോൾ ആ മുകളിലും ഉള്ളിലും നോക്കിയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അങ്ങനെയാണത്. അപ്പം നമ്മൾ മറ്റു ആളുകളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടായ അതിലെ ഏറ്റവും നല്ല ഒരു ആശയമാണ്. അപ്പോൾ ആളുകളെ അനുസരിപ്പിക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഇപ്പം നമ്മളിവിടെ 4 പേരുണ്ട്. ഈ 4 പേരും വ്യത്യസ്തരല്ലേ. ഈ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായെന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ചാൽ എളുപ്പമല്ല. ദൈവം അങ്ങനെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എളുപ്പമായി.
നമുക്ക് ദുഃഖം ഉണ്ടാകാൻ ദൈവം അങ്ങനെ സങ്കല്പിച്ചു, അങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. ഏറ്റവും നല്ല എളുപ്പത്തിലുള്ള ഉത്തരമാണ് ആർക്കറിയാം, ദൈവത്തിനറിയാം എന്ന് പറയത്തില്ലേ. എന്ന് പറയും. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിനെല്ലാം ഉത്തരമായിട്ട് ദൈവം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് മറ്റു മനുഷ്യരെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ വേണ്ടി രൂപപ്പെട്ട ഒരു സമൂഹമാണ് ലോകത്തുണ്ടായത്. അവിടെയാണ് ദൈവത്തിന് പ്രസക്തി വരുന്നത്. എല്ലാ രാജ്യത്തും എല്ലാ ലോകത്തും മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനുഷ്യർ കണ്ടുപിടിച്ചാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ ജീവികളൊന്നും ഇത്തരത്തിലുള്ള ഒരു പണിക്ക് ഏർപ്പെടുന്നില്ലല്ലോ. രാവിലെ എണ്ണിട്ടിട്ട് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി ബാങ്ക് വിളിച്ചോ അല്ലെങ്കിൽ സഹസ്രനാമം ചൊല്ലിയോ ഒന്നും വേറെ ഒരു ജീവിയും ചെയ്യുന്നില്ലല്ലോ. അവർ ഭക്ഷണം അന്വേഷിക്കുക, ജീവിക്കുക എന്നുള്ളതല്ലാതെ ഇങ്ങനത്തെ ഒരു പണിയിലേ ഇല്ല. ഇത് മനുഷ്യരുടെ അപ്പം മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി.